Next we are going to prove the zeros of an irreducible polynomial over a splitting field. Let it f of x be an irreducible polynomial over a field f. അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തിട്ടുണ്ട് ഓവർ എ ഫീൽഡ് എഫ്. ഈ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഈ over f. Then all the zeros of f of x in E have same multiplicity. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? All the zeros of f of x in E have same multiplicity എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണുള്ള കണ്ടീഷൻ എന്താണ്? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പോളിനോമിയലിനെ a ഇൻറ്റു എക്സ് മൈനസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് എ എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ എ ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈ റെഡ്യൂസിബിൾ പോളിനോമിയൽ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താണ്? എഫ് ഓഫ് ഓവർ എഫ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എ വൺ എ ടു എക്സെട്ര എ എൻ ആണ്. അപ്പോൾ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ ഇയിലുള്ള എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഏത് രണ്ട് സീറോ ഇൻ എ ഇ ഓഫ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ടിനും സെയിം മൾട്ടിപ്ലിസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇയിലുള്ള എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി സീറോസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ മൾട്ടിപ്ലിസിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് സീറോസ് എ ബി കൺസിഡർ ചെയ്യുന്നു. എ ബി ഇൻ ഇ ഓഫ് എഫ് ഓഫ് എക്സ്, സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ലെറ്റ് എ ആൻഡ് ബി ബി ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ഇ. അപ്പോൾ നോക്കേ, ഞാനിവിടെ റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ എഫ് ഐസോമോർഫിക് ടു എഫ് ഡാഷും എഫിലുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഡാഷിൽ ഇറഡ്യൂസിബിൾ ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എക്സിൻ്റെ ഒരു സീറോ എ എടുത്തു കഴിഞ്ഞാൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഒരു സീറോ ബിയും എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് ബിയും ഐസോമോർഫിക് ആയിരിക്കുമെന്നും ആ ഒരു ഐസോമോർഫിസം എന്താണ് വിച്ച് എഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എഫ് ഡാഷും എഫ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ ഐസോമോർഫിസം കൺസിഡർ ചെയ്യുക, ഐഡൻറ്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്യുക. ദ ഐസോമോർഫിസം ഫൈ ഫ്രം എഫ് ടു എഫ് ഡാഷ് എന്നത് എന്താണ്? ഐഡൻറ്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്യുക. Consider the identity map. So which is always an isomorphism from f to itself. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് എഫ് തന്നെയല്ലേ? അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഐസോമോർഫിക് ആയിരിക്കും. ദാറ്റ് ഐസോമോർഫിസം ഫ്രം ആൽഫ എന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആൽഫ ഫ്രം എഫ് ഓഫ് എ ടു എഫ് ഓഫ് ബി വിച്ച് എഗ്രീസ് വിത്ത് ദ ഐഡൻറ്റിറ്റി മാപ്പ് ഫൈ ഓൺ എഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ആൽഫ റെസ്ട്രിക്റ്റഡ് ടു എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ എഫ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു ഐസോമോർഫിസത്തിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എനെ ബിയിലോട്ട് മാപ്പ് ചെയ്യും എന്നതും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസോമോർഫിസം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രൂഫ് ബാക്കി നോക്കാം. അപ്പോൾ assume if A has multiplicity m. അപ്പം നമ്മൾ എ ഇൻ ഇ കൺസിഡർ ചെയ്തു, എയും ബിയും എടുത്തു ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അതിൽ എ കൺസിഡർ ചെയ്തു. എ ഇൻ എ ഇ ഇസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി എം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ എ സീറോ ആയതുകൊണ്ട് തന്നെ എക്സ് മൈനസ് എ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് മൾട്ടിപ്ലിസിറ്റി എം ആയതുകൊണ്ട് എക്സ് മൈനസ് എ റേസ് ടു എം എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. സോ ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ ജി ഓഫ് എക്സ് ഇൻ ഇ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ദെൻ ദർ ഈസ് എ ഫീൽഡ് ഐസോമോർഫിസം phi from E to itself that carries A to B
ആൻഡ് ആക്ട്സ് ആസ് ദ ഐഡൻറ്റിറ്റി ഓൺ എഫ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ദാ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഐസോമോർഫിസാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഐസോമോർഫിസ് ആൽഫ എന്ന് പറഞ്ഞ ഐസോമോർഫിസത്തിനാണ് ഇവിടെ ഫൈ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ആക്ട്സ് ആസ് ഐഡൻറ്റിറ്റി. ഇത് ഫൈ റെസ്ട്രിക്റ്റഡ് ടു എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഐസോമോർഫിസം മാപ്സ് എ ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ എഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എഫ് ഓഫ് എക്സും ഫൈ ഓഫ് എഫ് ഓഫ് എക്സും സെയിം ആയിരിക്കും. കാരണം എന്താണ്, എഫ് ഓഫ് എക്സ് ഇപ്പോൾ നോക്കുക, എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട് ആണെങ്കിൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് നമ്മൾക്ക്, ഫൈ ഓഫ് എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് ഫൈ ഓഫ് എ വൺ എക്സ് പ്ലസ് ഫൈ ഓഫ് എ നോട്ട് എന്നാ വരിക. ഫൈ റെസ്ട്രിക്റ്റഡ് ടു എഫ് ഐഡൻറ്റിറ്റി മാപ്പ് ആയതുകൊണ്ട് ഫൈ ഓഫ് എ എന്നും ഫൈ ഓഫ് എ എൻ മൈനസ് വണ്ണും ഫൈ ഓഫ് എ വണ്ണും എക്സെട്ര ഫൈ ഓഫ് എ നോട്ടും ഒക്കെ എന്തായിരിക്കും, സെയിം എലമെൻ്റ് ആയിരിക്കും. ഐഡൻറ്റിറ്റി മാപ്പ് അല്ലേ. അപ്പോൾ ഈ പോളിനോമിയൽ എന്ത് തന്നെയാണ്, എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്, എക്സ് മൈനസ് എ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് എക്സ്. So phi of x raised to x minus a raised to m into g of x, and this is equal to phi of x minus a raised to m into phi of g of x, and this is equal to phi of x minus a all raised to m എന്താണ്, റിംഗ് ഹോമോമോർഫിസം അല്ലേ. അപ്പോൾ phi of x minus a all raised to m into phi of g of x എന്ന് വരും. and this is equal to phi of x minus a എന്താണ്, x minus phi of a വരും. phi of a എന്താണ്, phi of a b ആണ്. സോ എക്സ് മൈനസ് ബി ഓൾ റേസ് ടു എം ഇൻറ്റു phi of g of x എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഓൾറെഡി അറിയാം ബി എഫ് ഓഫ് എക്സിൻ്റെ 0 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് ബി ഈക്വൽ ടു 0 ആയിരുന്നു. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് ബി ഈക്വൽ ടു 0യുമാണ്, എക്സ് മൈനസ് ബി ഓൾ റേസ് ടു എം എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നും കിട്ടി. then f of b equal to 0 and x minus b all raised to m divides f of x. നമ്മൾക്കറിയാം എയുടെ മൾട്ടിപ്ലിസിറ്റി എന്തായിരുന്നു, എക്സ് മൈനസ് എ റേസ് ടു, അതായത് നമ്മളത് എം എന്നെടുത്തു, അതിനർത്ഥം എക്സ് മൈനസ് എം എ റേസ് ടു എം ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എക്സ് മൈനസ് എയുടെ പവേഴ്സിൽ ലാർജസ്റ്റ് പോസിറ്റീവ് പവർ ഏതാണോ അതാണ് മൾട്ടിപ്ലിസിറ്റി ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എക്സ് മൈനസ് ബി, അതായത് ബിയുടെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും, എക്സ് മൈനസ് ബി റേസ് ടു എൻ ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ലാർജസ്റ്റ് ഡിഗ്രി എൻ, ലാർജസ്റ്റ് ഡിഗ്രി ഓഫ് എക്സ് മൈനസ് ബി അല്ലെങ്കിൽ ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ, അതിനെയാണ് എന്ത് ബിയുടെ മൾട്ടിപ്ലിസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എക്സ് മൈനസ് ബി റേസ് ടു എം ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയത് കൊണ്ട് ബിയുടെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. എം എന്താണ്, എയുടെ മൾട്ടിപ്ലിസിറ്റി. സോ മൾട്ടിപ്ലിസിറ്റി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ എഴുതിയിരിക്കുന്നതിലെല്ലാം തന്നെ തിരിച്ചെഴുതാം. ഓക്കെ, ആ എ കാരിയസ് ടു ബി എന്നത് ഇത് ഐസോമോർഫിസ് അല്ലേ, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആക്ട് ചെയ്യും. ആൻഡ് ആ ഒരു ഐസോമോർഫിസ് എന്താണ്, ബീനെ എയിലോട്ട് മാപ്പ് ചെയ്യും. അപ്പോൾ ഈ എയുടെ പൊസിഷനിൽ ബിയും ബിയുടെ പൊസിഷനിൽ എയും എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് എ. അതായത് ഈ സ്റ്റെപ്സ് ഒക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, മൾട്ടിപ്ലിസിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് ബി എന്ന് കിട്ടും. So from these two statements we can conclude that multiplicity of A equal to multiplicity of B. So the multiplicity of any two zeros of the irreducible polynomial f of x is same. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ ദ ഫീൽഡ് എഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡിലുള്ള ഏത് സീറോ എടുത്തു കഴിഞ്ഞാൽ ആ സീറോസിൻ്റെ എല്ലാം മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾക്ക് സപ്പോസ് ഈ എക്സ് മൈനസ് എ വൺ ആൻഡ് എ ടുവും എ വണ്ണും സെയിം ആണ്, ബാക്കിയൊന്നും ഈക്വലായിട്ട് വരുന്നില്ലെന്ന് കരുതുക. അപ്പോൾ എ വൺ എ ടു സെയിം ആണ് ആൻഡ് ഇറ്റ് ഈസ് എ വൺ അല്ലേ.
അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ റിമൈനിങ് സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റീസ് എല്ലാം 2 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സീറോൻ്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണോ അതായിരിക്കും റിമൈനിങ്ങിൻ്റെ എല്ലാം. ഓക്കെ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എ ഫീൽഡ് എഫ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു കൊറോളറിയാണ്. നെക്സ്റ്റ് കൊറോളറി, ഫാക്ടറൈസേഷൻ ഓഫ് എൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. Let f of x be an irreducible polynomial over a field f and let E be a splitting field of f of x over f. Then f of x has the form xa into x minus a1 raised to n, x minus a2 raised to n, etc. x minus at raised to n, where a1, a2, etc. at are distinct elements of E. Distinct elements of E. അപ്പോൾ നമ്മൾക്കറിയാം ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഈനെ ആ എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം വേണ്ടത്? ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് എ എൻ എന്ന് ഈ ഒരു ഫീൽഡിൽ നമ്മൾക്ക് ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എഫിൽ നമ്മൾക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ രീതിയിലൊരു ഫാക്ടറൈസേഷൻ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ വൺ, എഫ് ഓഫ് എ ടു എക്സെട്ര എഫ് ഓഫ് എ വൺ, എ ടു എക്സെട്ര എ എന്നും ആയിരിക്കണം. ഓക്കെ, ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ വൺ, എ ടു എക്സെട്ര എ എന്നും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എഫിനെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ എഫ് ഓഫ് എക്സ് ഓവർ എഫ് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾക്ക് ഇതിനർത്ഥം എന്താണ്? ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡിൽ നമ്മൾക്ക് എഫ് ഓഫ് എക്സിന് ഈ രീതിയിൽ ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ്. ഇനി ആ ഒരു കേസിൽ തന്നെ നമ്മൾ ഈ എ ഐസ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എ ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ എ ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആവാതിരിക്കാം. അപ്പം ഞാൻ സപ്പോസ് ചെയ്യുന്നു ഈ എ വണ്ണ് ഒരു എൻ ടൈംസ്, അതായത് എക്സ് മൈനസ് എ വണ്ണ് ഒരു എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് എ വൺ റേസ് ടു എൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എ ഐസ് ടി നമ്പർ ഓഫ് എ ഐസ് ആ ഉള്ളതെന്ന് കരുതുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്തപ്പോൾ ആ കിട്ടിയിരിക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എ ഐസ് ഉണ്ടല്ലോ, അതായത് ഇപ്പം എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതിയെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ഇനി ഈ എഴുതിയിരിക്കുന്നതിൽ ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇതിവിടെ ഐസ് എന്ന് പറയുന്നത് എന്ത് വരും? 2ഉം 3ഉം 2ഉം 4ഉം 2ഉം വരുന്നുണ്ട് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐസ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2, 3, 4 വന്നു. ഇനി ഞാൻ ഇതിനെ റീനെയിം ചെയ്യുന്നു. നമുക്കിവിടെ A1 2 ആണ്, A2 എന്ന് പറയുന്നത് 3 ആണ്, A1 എന്ന് പറയുന്നത് 2 ആണ്, A2 എന്ന് പറയുന്നത് 3 ആണ്, A3 എന്ന് പറയുന്നത് 2 ആണ്, A4 എന്ന് പറയുന്നത് 4 ആണ്, A5 എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ചെയ്ത് ഇതിനെ അഗെയിൻ റീനെയിം ചെയ്യുന്നു. ആ റീനെയിമിങ് ഇങ്ങനെ തന്നെ A1, A2, A3. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് A1 ഏതാണ്? 2 ആണ്, A2 ഏതാണ്? 3 ആണ്, A3 ഏതാണ്? 4 ആണ്. ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടി നമ്പർ ഓഫ് എ ഐസ് ഉണ്ടെന്ന് കരുതുക, അതായത് A1. എന്നിട്ട് ഞാൻ റീനെയിം ചെയ്തതിന് ശേഷം A1, A2 എക്സെട്ര AT എന്ന് കിട്ടി. അപ്പോൾ A1 എക്സ് മൈനസ് A1 ഞാൻ എന്നിട്ട് ഈ ഫാക്ടറൈസേഷനിൽ നോക്കിയപ്പോൾ n ടൈംസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് A1 റേസ് ടു n ഇൻറ്റു ഇനി A2 എടുക്കുക. എക്സ് മൈനസ് A2 എത്ര ടൈംസ് ഉണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഏത് രണ്ട് സീറോൻ്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്. അപ്പോൾ എക്സ് മൈനസ് A1 n ടൈംസ് ഉണ്ടെങ്കിൽ എക്സ് മൈനസ് A2 n ടൈംസ് ഉണ്ടാവണം, കാരണം അതാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് A2 ആയിട്ട് വരുന്നത്. ആൻഡ് A2 ഈസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ എന്താണ്? എക്സ് മൈനസ് A2ഉം n ആയിരിക്കണം, പവർ n ആയിരിക്കണം, എക്സെട്ര എക്സ് മൈനസ് AT റേസ് ടു n. ഓക്കെ, അതായത് തൊട്ട് മുന്നത്തെ റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട്
കിട്ടും. സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ ഡെഫിനിഷനും അപ്ലൈ ചെയ്താൽ മതി. സോ എനി ഇറിഡ്യൂസിബിൾ പോളിനോമിയൽ വിൽ ബി ഇൻ ദിസ് ഫോം ഫോർ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് a1 a2 എക്സെട്ര at ഓഫ് E. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ 20 നമ്മൾക്കിവിടെ കംപ്ലീറ്റ് ആയി. ഇനി സെക്ഷൻ 21 ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും.